എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബൊറൂട്ടോയും ചോച്ചിറയും സാറടയും അവർ രണ്ടുപേരും ആ വില്ലന്മാരെ തടയാനായിട്ട് അങ്ങനെ വന്ന് നിൽക്കാണ്. അടുത്ത സെക്കൻഡ് ആ വില്ലന്മാര് അവർ സ്ട്രിങ്സ് ഒക്കെ ഉപയോഗിച്ച് ചോച്ചിറയെ പിടിച്ചു വലിച്ച് ലോക്ക് ചെയ്യും. അതിനുശേഷം ബറൂട്ടോയെ ഒരു ഭാഗത്തേക്കും സാറടയെ മറ്റൊരു ഭാഗത്തേക്കും ആ വില്ലന്മാര് കൊണ്ടുപോകും. ചോച്ചിറയാണെങ്കിൽ ആ സ്ട്രിങ്സിൽ പെട്ട് കിടക്കാണ്. അവനെ കൊണ്ട് അവന്റെ സ്ക്വാഡ് പോലും ഇപ്പൊ എടുക്കാനായിട്ട് കഴിയില്ല. ചോച്ചിറ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ആ വില്ലന്മാര് അവരിപ്പോ ചോച്ചിറ അറഞ്ചം പുറഞ്ചം അങ്ങനെ വെട്ടുകയാണ്. ചോര തുളുമ്പി ചോച്ചിറോ അവൻ അങ്ങനെ അനങ്ങാൻ നിൽക്കാണ്. കട്ട് ചെയ്ത ബൊറൂട്ടോയ്ക്ക് തൊട്ടു മുൻപില് സാക്ഷാൽ കാഗുറ അവൻ ഫുൾ കലിപ്പില് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാറയുടെ മുൻപില് ആ കുറോട്സുകി അവളാണെങ്കില് അവളുടെ 2 ലൈറ്റ്നിങ് ബ്ലേഡുമായി വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കും. അവള് പറയും എന്റെ ആഗ്രഹം ആ ബൊറൂട്ടോ ആയിട്ട് ഫൈറ്റ് ചെയ്യണമെന്നായിരുന്നു, പക്ഷെ കുഴപ്പമില്ല നിന്നെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയും. അവൾ ഉടനെ ആ സ്ക്വാഡ് വെച്ച് സാറയുടെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവളുടെ പവർ സാറയുടെ ബോഡിയിൽ വർക്കൗട്ട് ആവില്ല. സാറയുടെ തൊട്ടു മുൻപില് എന്തോ ഒരു ബാരിയർ അതങ്ങനെ ക്രിയേറ്റ് ആയി താഴേക്ക് വീഴും. ആ വില്ലത്തി കാണും സാറയുടെ ശരിങ്ങ് കണ്ണ് അത് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ആദ്യമായി സാറട അവളുടെ ശരിങ്ങ് കണ്ണുപയോഗിച്ച് ഇപ്പൊ ഫൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനാ വില്ലത്തി നീ ശരിങ്ങൻ ഉപയോഗിച്ച് എന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുമല്ലേ? ഞാൻ ആക്ച്വലി ശരിങ്ങൻ കണ്ണ് അതൊരു മിത്താണെന്നാണ് കരുതിയത്, പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത് ഞാൻ നേരിട്ട് കാണുന്നതെന്ന് പറഞ്ഞ് അവളിപ്പോ വീണ്ടും അവളുടെ സ്ക്വാഡ് വെച്ച് സാറയുടെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവൾ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് വില്ലത്തിയുടെ ഓരോ അറ്റാക്കിൽ നിന്നും ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടുകയാണ്. പക്ഷെ അവസാനമായി വില്ലത്തി അവള് ചാടി വന്ന് അവളുടെ സ്ക്വാഡുമായിട്ട് സാറയുടെ തൊട്ടടുത്തെത്തും. ഇവിടെ ചോച്ചിറോ ആണെങ്കിൽ ചോരയിൽ കുളിച്ച് അങ്ങനെ നിൽക്കും. അപ്പോ ഒരു വില്ലൻ വലിയൊരു ഹാമർ എടുത്ത് ചോച്ചിറോയ്ക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ ചോച്ചിറോ ആള് ജസ്റ്റ് മിസ്സിന് സൈഡിലേക്ക് മാറും. ഇത് കണ്ട് ഹസക്കോ എന്ന് പറഞ്ഞ മറ്റൊരു വില്ലൻ അവനാണെങ്കിൽ ആ എക്സിക്യൂഷണറി ബ്ലേഡ് അതെടുത്ത് ചോച്ചിറോ അറ്റാക്ക് ചെയ്യാൻ വീണ്ടും ആളുടെ അടുത്തേക്ക് വരും. ചോച്ചിറോയ്ക്കാണെങ്കിൽ എന്റെ സ്ക്വാഡ് പോലും ഇപ്പൊ എടുക്കാനായിട്ട് കഴിയില്ല. അവ കൈ നീട്ടി അതെടുക്കാൻ ശ്രമിക്കും, പക്ഷെ ജസ്റ്റ് മിസ്സിന് അത് കിട്ടില്ല. അടുത്ത സെക്കൻഡ് അവൻ ആ എക്സിക്യൂഷണറി ബ്ലേഡ് അതെടുത്ത് താഞ്ഞു വീശും. ചോച്ചിറോ ആണെങ്കിൽ ഫുൾ ഫോഴ്സില് അവൻ ആ സ്ട്രിങ്സിൽ നിന്ന് കൈ വലിക്കും. ആ സ്ട്രിങ്സിൽ വന്ന് എക്സിക്യൂഷണറി ബ്ലേഡ് കൊണ്ട് ആ സ്ട്രിങ്സ് മുഴുവനായിട്ടും കട്ടായി പോവും. ഉടനെ സിമ്പിളായി ആളിപ്പോ ആളുടെ നോർമൽ സ്ക്വാഡ് കയ്യിലെടുത്ത് എക്സിക്യൂഷണറി ബ്ലേഡ് തന്നെ തട്ടിത്തെറിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാറ അവളാണെങ്കിൽ വില്ലത്തിയുടെ കയ്യിലുള്ള ആ റാഡ് വെപ്പൻ അതിപ്പോ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. സാറയുടെ ആണെങ്കിൽ ഗെൻജിപ്സ് ഉപയോഗിച്ച് അവളെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിനാ വില്ലത്തി അവൾ കൈ പോലും യൂസ് ചെയ്യാതെ അവളുടെ സ്ക്വാഡ് അത് ഫുൾ ഫോഴ്സിൽ കറക്കി സാറയുടെ അടുത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ രണ്ടുപേരും വമ്പൻ ആയുധം എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഫൈറ്റിന്റെ ഒടുവിൽ സാറട അവൾ അടുത്തുള്ള വെള്ളക്കെട്ടിലേക്ക് തെറിച്ചു വീഴും. സാറ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടുക്കുള്ള ഒരു പാറയിലേക്ക് വലിഞ്ഞു കയറുമ്പോഴേക്കും ആ വില്ലത്തി അവൾ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് ഒരു ഷാർക്കിനെ ആ വെള്ളത്തിൽ ക്രിയേറ്റ് ചെയ്യും. സാറയുടെ കാല് അത് വെള്ളത്തിലിറക്കിയ ഓൺ ദ സ്പോട്ട് അവൾ മരണപ്പെടും. ഉടനെ ആ വില്ലത്തി പറയും സാറട ഇനി നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. നിന്റെ ശരീരം കണ്ണിന്റെ പവർ അതെനിക്ക് കറക്റ്റായിട്ട് അറിയാം. മറ്റുള്ളവരുടെ ജിപ്സുമൊക്കെ അങ്ങനെ കോപ്പി ചെയ്ത് നിനക്ക് റിപ്പീറ്റ് ചെയ്യാൻ കഴിയുമല്ലേ? പക്ഷെ എന്റെ മുൻപിൽ നിന്റെ ഒരു പ്ലാനും ശരിയും കണ്ണും അങ്ങനെ യാതൊന്നും വർക്ക് ചെയ്യില്ല. കട്ട് ചെയ്ത ഇവിടെ കാഗുറ അവനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ ലൈറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ഓരോ അറ്റാക്കിലും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ ചോച്ചിറോയെ കാണിക്കും. ചോച്ചിറോയുടെ ചുറ്റും ആ വില്ലന്മാർ റൗണ്ടേ നിൽക്കുകയാണ്. ഉടനെ അതിലൊരു വില്ലൻ ചോദിക്കും ചോച്ചിറോ നിന്റെ കയ്യില് ആ ഹിർമഗായി സ്ക്വാഡ് അതുപോലും ഇപ്പൊ ഇല്ല, സാധാ ഒരു സ്ക്വാഡ് മാത്രമാണ് നിന്റെ കയ്യില്. അത് വെച്ച് ഞങ്ങളെ ജയിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് ചോച്ചിറോ ചിരിക്കും. സ്ക്വാഡ് കയ്യിൽ വെക്കുന്നവനല്ല, സ്ക്വാഡ് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നവനാണ് ഒരു യഥാർത്ഥ ഫൈറ്റർ എന്ന് പറഞ്ഞ് ചോച്ചിറ അവന്റെ നോർമൽ സ്ക്വാഡ് വെച്ച് ആ എക്സിക്യൂഷണറി ബ്ലേഡ് അതങ്ങനെ തടയാണ്. അത് കണ്ട ആ ഉണ്ടപ്പം വില്ലൻ അവനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഹാമർ വലിച്ചെറിഞ്ഞ് ചോച്ചിറോയുടെ കയ്യിലുള്ള വാള് അത് രണ്ടായിട്ട് ഒടിച്ചു കളയും. ഇതാ സാറട നീ എന്താ പറയണേ? ബ്ലഡ് മിസ്റ്റ് വില്ലേജ് നിങ്ങൾ റീവൈവ് ചെയ്യുമെന്നോ? ഒരിക്കലുമില്ല, അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് കേട്ട വില്ലത്തി അവൾ ഫുൾ കലിപ്പില് ഇപ്പൊ ലൈറ്റ്നിങ് ബോൾ വെച്ച് അറ്റാക്ക് ചെയ്യാണ്. സാറയുടെ എടുത്തു ചാടി ഇപ്പോ ദൂരേക്ക് ഓടാൻ തുടങ്ങും. അവൾ ടൈം നോക്കും. ടൈം ഇപ്പോ 8 കഴിഞ്ഞിരിക്കുകയാണ്. 10 മണിക്കുള്ളില് ഇത് ക്ലോസ് ചെയ്തേ പറ്റൂ.
9 മണിക്കുള്ളിൽ തന്നെ ഇവളുടെ കഥ കഴിച്ച് ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞ് സാറട അവളിപ്പോ ആണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങും. വില്ലത്തി ചാടി വന്ന് ഇപ്പൊ സാറടെ ഇടിച്ച് തെറിപ്പിക്കും. സാറട തെറിച്ചു പോയി ആ വെള്ളത്തിലേക്ക് വീഴും. 10 സെക്കൻഡ് സാറടെ ആ വലിയ ഷാർക്ക് അതങ്ങനെ കടിച്ചു വലിക്കുകയാണ്. പക്ഷെ അത് റിയൽ സാറടെ അല്ല, അവളുടെ വെറൊരു ക്ലൗണാണ്. സാറടെ ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോട് താങ്ക്സും പറഞ്ഞ് അവിടുന്ന് ഓടും. കാരണം ബൊറൂട്ടോടെ ജിപ്സ് കോപ്പി ചെയ്താണ് ഇപ്പൊ സാറടെ രക്ഷപ്പെട്ടത്. ഉടനെ ആ കുറട്സുകി അവളിപ്പോ സാറടയോട് പറയും, നീ എവിടെയൊക്കെ പോയി ഒളിച്ചാലും ഇത്രയൊക്കെ ദൂരത്തേക്ക് പോയാലും ആ ഷാർക്ക് നിന്നെ വെറുതെ വിടില്ല. നിനക്കൊരു കാര്യം അറിയോ, ഈ ഒരു സ്ക്വാഡ് ഇതിന്റെ ഒറിജിനൽ ഓണർ റൈക്ക കുറട്സുജിയാണ്. അവരുടെ കൂടെ ഫൈറ്റ് ചെയ്ത് അവരെ കൊന്നത് ആരാന്നറിയോ? അത് മറ്റാരുമല്ല, നിങ്ങളുടെ ഹൊക്കാഗ നറൂട്ടോ ഉസുമാക്കി. അത് കേട്ട് സാറട അവള് ചാടി എഴുന്നേറ്റ് അവളുടെ പവർ എടുത്ത് വില്ലത്തിക്ക് നേരെ ഇപ്പൊ പാഞ്ഞടുക്കാണ്. സാറട വരെ ഇപ്പൊ ആ വില്ലത്തിയുടെ ലൈറ്റ്നിങ് പവർ അതങ്ങനെ കോപ്പി ചെയ്ത് അവൾക്ക് നേരെ തന്നെ ആഞ്ഞടിക്കുകയാണ്. സാറടെ ആണെങ്കിൽ ആ വില്ലത്തിയുടെ അറ്റാക്ക് അതങ്ങനെ കോപ്പി ചെയ്ത് ആ വില്ലത്തിക്ക് നേരെ തന്നെ ആഞ്ഞടിപ്പിക്കുകയാണ്. അതിനാ വില്ലത്തി പറയും, നിനക്ക് നാണമില്ലേ ഒരു കുരങ്ങിനെ പോലെ എന്റെ പവർ എന്റെ നേർക്ക് തന്നെ അയക്കാൻ? അതിന് സാറട പറയും, മറ്റുള്ളവരുടെ സ്ക്വാഡ് അത് നിനക്ക് ഉപയോഗിക്കാമെങ്കിൽ നിന്റെ പവർ അതെനിക്ക് നിനക്ക് നേരെ തന്നെ ഉപയോഗിക്കാം. ആ വില്ലത്തി ആണെങ്കിൽ ഇപ്പൊ ഒരു തണ്ടർ ഹാമർ അതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ചാടി വരും. അതിനുശേഷം സാറടയുടെ കഴുത്ത് പിടിച്ച് ലോക്കാക്കി അങ്ങനെ വലിച്ചെടുക്കുകയാണ്. അവള് സാറടയെ വെള്ളത്തിലേക്ക് തള്ളിയിടും. ഉടനെ ആ ഷാർക്ക് അത് സാറടയെ ലക്ഷ്യമാക്കി അങ്ങനെ പാഞ്ഞു വരാണ്. കട്ട് ചെയ്താ ഇപ്പൊ മീറ്റ്സിയ അവനാണെങ്കില് ഷിക്കഡായിനോടും ടീമിനോടും നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയാണ്. മീറ്റ്സിയ ഉടനെ ഒരു സ്ക്രോൾ എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കും. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ബൊറൂട്ടോയെ രക്ഷിക്കാൻ കഴിയോ എന്നെനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഉറപ്പായിട്ടും മീറ്റ്സിയെ ഇതുപയോഗിച്ച് നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയും. ഈ സ്ക്രോള് അത് എത്രയും പെട്ടെന്ന് നമുക്ക് ബൊറൂട്ടോയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. കട്ട് ചെയ്താ ഇവിടെ കാഗുറ അവൻ ബൊറൂട്ടോയെ തൂക്കിയെടുത്ത് അങ്ങനെ തല്ലി തല്ലി കൊല്ലാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ യാതൊരു അനക്കവും ഇല്ല. സീസുമയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. സീസുമ കാഗുറയോട് പറയും, ലീഫ് വില്ലേജിലെ ഹൊക്കാഗയുടെ മകനെ അവനെ കൊന്ന പവർ അതെനിക്ക് തന്നെ വേണം, അതെനിക്ക് വേണം. സോ ഇവന്റെ കഥ അത് ഞാൻ കഴിക്കാന്ന് പറഞ്ഞ് മുൻപോട്ട് വരും. ഉടനെ കാഗുറ അവനിപ്പോ സീസുമയെ തടയും. ഇവൻ എനിക്കുള്ളതാണ്, മറ്റാരും ഇവനെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ ബൊറൂട്ടോട് സോറി പറഞ്ഞ് ആ സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വീശാണ്. ഇതാ ഇവിടെ കുറട്സുജിയും സാറടയും അവർ രണ്ടുപേരും ഇപ്പൊ കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്. സാറട അവളിപ്പോ ആ ഒരു ലൈറ്റ്നിങ് പവർ അത് കോപ്പി ചെയ്ത് കഴിഞ്ഞു. രണ്ടുപേരും ലൈറ്റ്നിങ് പവർ എടുത്ത് പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഞൊടിയിടയില് ഇപ്പൊ സാറടയെ കാണാനുണ്ടാവില്ല. അപ്പൊ കുറട്സുജി അവൾ ഒരു സെക്കൻഡ് അവളുടെ അമ്മയെ ആലോചിക്കും. ആ സ്ക്വാഡ് അത് വലിച്ചെറിഞ്ഞ് കലിപ്പില് ദേഷ്യപ്പെട്ടു പോകുന്ന അവളുടെ അമ്മയുടെ മുഖം. അതേസമയം മറ്റൊരു ഭാഗത്ത് ചോച്ചിറോ ആളാണെങ്കില് ആ ഒടിഞ്ഞ വാൾ വെച്ചാണ് 3 വില്ലന്മാരെയും ഇപ്പൊ സിമ്പിളായിട്ട് നേരിടാ. ചോച്ചിറോയ്ക്കാണെങ്കിൽ യാതൊരു കുലുക്കം ഉണ്ടാവില്ല. പക്ഷെ വില്ലന്മാര് ചോച്ചിറോയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അങ്ങനെ ശ്വാസം വലിച്ചു നിൽക്കുകയാണ്. അടുത്ത നിമിഷം ചോച്ചിറോ അവൻ പാഞ്ഞു വന്ന് ആ കുബേര ബ്ലേഡ് അത് യൂസ് ചെയ്യുന്ന പെണ്ണിനെ അടിച്ച് ബോധം കെടുത്തി ഇപ്പൊ താഴേക്കിടും. അടുത്തതായിട്ട് ആള് ഹസാക്കോയെ പോയിന്റ് ചെയ്യും. അവന് സിമ്പിളായിട്ട് അങ്ങനെ മടക്കി ലോക്ക് ചെയ്ത് ഒടിഞ്ഞ സ്ക്വാഡ് ഉപയോഗിച്ച് ആ എക്സിക്യൂഷണറി ബ്ലേഡ് അത് തട്ടി താഴെയിടും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഇവാബെ അവനാണെങ്കില് വലിയൊരു ഹാമർ എടുത്ത് ഇപ്പൊ മറ്റൊരു വില്ലന്റെ മുൻപിൽ അങ്ങനെ ഫുൾ പവറില് കത്തി നിൽക്കുകയാണ്. ഇവാബെ ആണെങ്കില് അവന്റെ ഹാമർ അത് കറക്കി കൊണ്ടുവന്ന് വില്ലന്റെ വെപ്പനില് ആഞ്ഞടിക്കും. പക്ഷെ അപ്പോഴായിരിക്കും മറ്റൊരു ട്വിസ്റ്റ്. അതൊരു ഹാമർ അല്ല, മറിച്ചൊരു സ്ക്വാഡാണ്. അവൻ അതിന്റെ പിടി വലിച്ചൂരി ആ വില്ലന്റെ വയറ്റില് ആഞ്ഞു വെട്ടും. ചോര ഛർദിച്ച് ആ വില്ലൻ അവനിപ്പോ താഴേക്ക് വീഴും. അതേസമയം ഇവിടെ കുറട്സുകി അവളാണെങ്കില് സാറടെ അന്വേഷിച്ച് നടക്കുകയാണ്. സാറുടെ ടൈമൊക്കെ നോക്കി ഒരു പാറയുടെ പിന്നിലായിട്ട് മറഞ്ഞു നിൽക്കും. പക്ഷെ കറക്റ്റ് ടൈമില് ആ വില്ലത്തെ അവള് സാറുടെ കണ്ടുപിടിക്കും. നീ 9 മണിക്ക് എന്നെ കൊല്ലുവല്ലേ, 9 മണിക്ക് ഇനി അധിക സമയമില്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവളുടെ സ്ക്വാഡ് കറക്കി ലൈറ്റ്നിങ് പവർ സാറടയ്ക്ക് മേലെ തെറിപ്പിക്കും. പക്ഷെ സാറടെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അവിടുന്ന് ഓടി മാറുകയാണ്. വില്ലത്തി അങ്ങനെ എടുത്തു ചാടി ഇപ്പൊ സാറടയുടെ കഴുത്ത് അത് രണ്ടായിട്ട് വെട്ടിയെറിയും. പക്ഷെ അത് റിയൽ സാറട അല്ല, വെറും ഒരു ഗെഞ്ചിപ്സ് മാത്രമാണ്. ഉടനെ സാറട അവളാണെങ്കിൽ ഇപ്പൊ സ്ലോ മോഷനില് ഫുൾ ലൈറ്റ്നിങ് പവറുമായി അവളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അതേ ലൈറ്റ്നിങ് പവർ വെച്ച് ആ വില്ലത്തിക്ക് ചുറ്റും ഇപ്പൊ വലിയൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാണ്. അടുത്ത നിമിഷം തന്നെ വലിയൊരു പേപ്പർ ബോംബ് അതാ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. ലൈറ്റ്നിങ് പവറും വെള്ളവും എല്ലാം കൂടി ചേർന്ന്
ഓക്സിജൻ ക്രിയേറ്റ് ആയി ഇപ്പൊ ആ വെള്ളത്തിലുള്ള ആ വില്ലത്തി അവള് മുഴുവനായിട്ടും പൊട്ടിത്തെറിക്കുകയാണ്. ഉടനെ സാറട അവളും ഒരുപാട് എനർജി യൂസ് ആക്കിയതുകൊണ്ട് തന്നെ അങ്ങനെ തളർന്ന് താഴേക്ക് വീഴും. അവസാനമായി ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കില് കാഗുരയുടെ ഇപ്പോഴത്തെ ചേഞ്ച് അത് കണ്ട് ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.